എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ചെറിയ പാചകമായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ അടുത്ത് കുറച്ച് കക്കയിറച്ചി ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് വേവിച്ചത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊരു തോരൻ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ എൻ്റെ ചാനലൊക്കെ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തൊക്കെ വിടണേ. അപ്പോൾ ഇതിന് വേണ്ട ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തോരനായതുകൊണ്ട് തന്നെ തേങ്ങയൊക്കെ ആവശ്യമുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ എന്താ ഇവിടെ കുറച്ച് തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഒരു 1.5 സവോള എടുത്തിട്ടുണ്ട്, ചെറിയ സവോള ആയതുകൊണ്ട്. പിന്നെ ഇത്രയും വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ വിലയൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ഒരുപാട് എടുക്കാൻ തോന്നത്തില്ല, പക്ഷേ നമുക്ക് ആവശ്യമായ കാര്യത്തിന് ചേർത്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ കക്കയിറച്ചിക്കൊക്കെ ഇച്ചിരി വെളുത്തുള്ളി അത്യാവശ്യമാണ്. പിന്നെ ഇതുപോലെ 2 ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് മുളക് പൊടി ചേർക്കുന്നില്ല. ഈ പച്ചമുളകിൻ്റെയും പിന്നെ കുറച്ച് കുരുമുളക് ചേർക്കുന്നുണ്ട്. അതിൻ്റെ എരിവാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള മസാല നോക്കാം. മസാലയ്ക്ക് വേണ്ട സാധനങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പെരിഞ്ജീരകം എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ഗ്രാമ്പു, തക്കോലത്തിൻ്റെ ഒരു ഇതള്, ഒരു കുഞ്ഞ് ഏലയ്ക്ക, ജാതിപത്രിയുടെ ഒരു കുഞ്ഞ് പീസ്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ തോരനകത്ത് മസാലയായിട്ട് ചേർക്കുന്നത്. കക്കയിറച്ചി ആയതുകൊണ്ട് തന്നെ മസാല ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് ചതച്ചെടുക്കണം. അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ നമുക്കിനി തേങ്ങയൊക്കെ ചതയ്ക്കാനുള്ള വഴി നോക്കാം. നമ്മൾ എടുത്തു വെച്ച പച്ചമുളക്, സവോള, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നന്നായിട്ട് ചതഞ്ഞ് കിട്ടത്തില്ല. മസാലക്കൂട്ട് ഒന്ന് ചതച്ചിട്ടാണ് ഇതിലേക്ക് ഇട്ടിരിക്കുന്നത്. കൂടാതെ 2 സാധനം കൂടെ നമുക്ക് ചേർക്കണം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ മഞ്ഞളിട്ടാണ് കക്കയിറച്ചി വേവിച്ചെങ്കിൽ ഈ അരപ്പിന് വേണ്ട മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. ഞാനിവിടെ സ്റ്റൗ ഓണാക്കി ഒരു ചീനച്ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടായപ്പോൾ കടുക് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ആ അരപ്പ് ഇതിലേക്കിട്ടൊന്ന് അതിൻ്റെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ഇതുപോലെ ചതച്ച് വെച്ചിട്ടുണ്ട്. രണ്ട് കറിവേപ്പില അതിൽ വെച്ചിട്ടുണ്ട്. ഇതിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അരപ്പിട്ട് കൊടുത്ത് അരപ്പിന് വേണ്ട അല്പം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇളക്കി ഒന്ന് അതിൻ്റെ പച്ചച്ചവ മാറുമ്പോഴത്തേക്ക് നമുക്ക് കക്കയിറച്ചി കൂടെ ഇട്ട് കൊടുക്കാം. ഈ ജാതിപത്രിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനൊരു കഷ്ണം ചേർത്തന്നേ ഉള്ളൂ. ഒന്ന് പച്ചച്ചവ മാറി വരട്ടെ. അരപ്പ് ഏകദേശം ഒന്ന് വെള്ളമൊക്കെ വലിഞ്ഞിട്ടുണ്ട്. ഈ സമയം നമുക്ക് എടുത്തു വെച്ച കക്കയിറച്ചി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ചെറു തീയിൽ അടച്ച് വയ്ക്കണം. അവസാനം നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് വേണം ഇതെടുക്കാൻ. നന്നായിട്ട് ഇളക്കിയൊക്കെ യോജിപ്പിച്ചൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അരപ്പുമായിട്ട് കക്കയിറച്ചി നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പ് കൊണ്ട് പതുക്കെ ഒന്ന് കുറച്ച് തുറന്നിട്ട് ഇങ്ങനെ അടച്ചു വെച്ച് കൊടുക്കാം. ചെറു തീയാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അടി പിടിക്കും. ഇടയ്ക്കൊന്ന് നമ്മൾ തുറന്ന് ഇളക്കിയും കൊടുക്കണം. അങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. കക്കയിറച്ചി എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ ഇടയ്ക്കൊന്ന് അടപ്പ് മാറ്റി ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. കാര്യം ഇളക്കി മൂപ്പിച്ച് വേണം ഇതെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇളക്കിയെടുക്കണം. ഇങ്ങനെ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഈ പച്ചമുളകിൻ്റെ കൂടെ മുളക് പൊടിയും കൂടെ ചേർത്തുണ്ടാക്കിയ വേറൊരു രീതിയായി മാറും. പക്ഷേ ഞങ്ങൾക്കിവിടെ ഇത് ഇങ്ങനെ വയ്ക്കുമ്പോൾ കൂടുതൽ ഇഷ്ടമാണ്. റോസ്റ്റ് ചെയ്യാനാണ് കൂടുതൽ താല്പര്യം. എന്നാലും നമ്മളെല്ലാ രീതിയും ഒന്ന് പരീക്ഷിക്കണമല്ലോ. എനിക്ക് വ്യക്തിപരമായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഈ രീതിയിൽ ചെയ്യുന്നത്.
ഇത് പച്ചക്കുരുമുളക് ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. അത് കിട്ടാനില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ അത് തുറന്ന് വെച്ച് ചെറുതീയിലൊന്ന് മൂപ്പിച്ചെടുത്ത് ഒരു പാത്രത്തിലൊക്കെ എടുക്കാം നമുക്ക്. എന്നിട്ടൊക്കെ കാണാം. ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. ഒരു മോരും കറിയും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. കക്കയിറച്ചി റോസ്റ്റ് ഏകദേശം റെഡിയായി കഴിഞ്ഞു. നല്ലൊരു മണമാണ് ഇവിടെ വരുന്നത്. മസാലയൊക്കെ ചതച്ച് ചേർത്തുകൊണ്ട് തന്നെ ഇനി നമ്മൾ ലാസ്റ്റ് ഒരു സ്വല്പം പച്ച വെളിച്ചെണ്ണയോടെ ഒഴിച്ച് ഒന്ന് ഇളക്കി ആ തേങ്ങയൊക്കെ മൊരിയുന്ന മണം അസാധ്യ മണമാണ്. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊരു പ്ലേറ്റിലെടുത്തിട്ട് ഇനി കാണാം. അങ്ങനെ നമ്മുടെ ആവി പറക്കുന്ന കക്കയിറച്ചി തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. കാണുന്ന പോലെ തന്നെ കഴിക്കാനും അപാര രുചിയാണ്. ഇങ്ങനെ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായും ഒന്ന് ചെയ്ത് നോക്കണം. ഇനി നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്തും ഇങ്ങനെ ഉണ്ടാക്കാം. എങ്ങനെയുണ്ട്? കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കാക്ക ഭയങ്കര ശല്യം ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തൊക്കെ വിടണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.